നമസ്കാരം. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ ഭർത്താവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി സിമന്റ് ഇട്ട് വീപ്പയിലാക്കിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഭാര്യ മുസ്കാൻ നവംബർ മുതൽ ഭർത്താവ് സൗരവിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഭർത്താവ് തിരിച്ചെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊലപാതകത്തിനായുള്ള ഒരുക്കങ്ങൾ മുസ്കാൻ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഫെബ്രുവരി 22-ന് സമീപത്തുള്ള കടയിൽ നിന്ന് 800 രൂപയ്ക്ക് 2 കത്തികൾ വാങ്ങി. കോഴി മുറിക്കാനായി കത്തികൾ വേണമെന്ന് പറഞ്ഞാണ് വാങ്ങിയത്. സൗരവ് രജ്പുത്തിനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്ന നാൾ മുതൽ മൃതദേഹം ഒളിപ്പിക്കാൻ മുസ്കാൻ സ്ഥലം അന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു. ഇതിനായി സുഹൃത്തുക്കളെ സമീപിച്ചിരുന്നതായും പോലീസ് പറയുന്നു. പൂജയ്ക്ക് മറ്റും ഉപയോഗിച്ച വസ്തുക്കൾ കളയാനായാണ് സ്ഥലം വേണ്ടതെന്നായിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നും മുസ്കാന് സഹായമൊന്നും ലഭിച്ചില്ലെന്നും സൗരവിനെ കൊല്ലാനുള്ള പദ്ധതിയിൽ നിന്ന് മുസ്കാൻ പിന്നോട്ടു പോയില്ലെന്നും പോലീസ് പറയുന്നു. ശരിയായ ഉറക്കം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ സമീപിച്ചു. ശേഷം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ വാങ്ങി. ഫെബ്രുവരി 24-നാണ് സൗരവ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. കൊലപാതക പദ്ധതിയുടെ ഭാഗമായി നേരത്തെ കരുതി വച്ചിരുന്ന ഉറക്ക ഗുളികകൾ മദ്യത്തിൽ കലർത്തി സൗരവിന് നൽകി. എന്നാൽ സൗരവ് മദ്യം കുടിക്കാൻ തയ്യാറായില്ല. പിന്നെയും ദിവസങ്ങളോളം തന്റെ കൃത്യം നിർവഹിക്കുന്നതിനായി മുസ്കാൻ കാത്തിരുന്നു. ഒടുവിൽ മാർച്ച് 4-നാണ് സൗരവിനെ വധിക്കാനുള്ള അവസരം മുസ്കാന് കിട്ടുന്നത്. കാമുകന്റെ സഹായത്തോടെ സൗരവിനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു.